ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. നിങ്ങളെപ്പോലെ തന്നെ മധുചന്ദ്രലേഖയുടെ പണി എത്രയും വേഗം തീരണമെന്നുള്ള പ്രാർത്ഥനയിലാ ഈ ഞാനും. പൈസ വേണ്ട, വാങ്ങിയ മതിയാവും. പിടിക്കങ്ങോട്. ഞാൻ പലപ്പോഴും ആലോചിക്കും, രാജീവ് മേനോൻ ജീവിച്ചിരുന്നെങ്കിൽ എങ്ങനെ വളരേണ്ട കുട്ടിയാവളെന്ന്. അമ്മയില്ലാത്ത ദിയെ പൊന്നു പോലെയാ രാജീവ് വളർത്തിയത്. രാജീവിന്റെ ആഗ്രഹമായിരുന്നു ദിയമോളുടെ അമ്മയുടെ സ്ഥാനത്ത് വന്ദന വരണമെന്ന്. വന്ദനയ്ക്ക് ദിയെന്ന് വെച്ച ജീവനായിരുന്നു. ദിയമോൾക്ക് വേണ്ടിയാ വന്ദന രാജീവ് മേനോനുമായിട്ടുള്ള വിവാഹത്തിന് സമ്മതം മൂളിയത് എന്ന് വേണമെങ്കിലും പറയാം. പക്ഷേ വിധി. രാജീവ് മേനോൻ കല്യാണ ദിവസം തന്നെ വാഹനാപകടത്തില്. അതോടെ ദിയയുടെ സംരക്ഷണം മുഴുവനും വന്ദന ഏറ്റെടുക്കായിരുന്നു. തനിക്കൊരു വിവാഹമേ വേണ്ടെന്ന് പറഞ്ഞവളാ വന്ദന. ദിയയുടെ ഭാവിക്ക് വേണ്ടി രാജീവ് മേനോന്റെ സ്വത്തുക്കളുടെ പവർ ഓഫ് അറ്റോർണി പോലും എഴുതി കൊടുത്തവളാ എന്റെ മോള്. പക്ഷേ ആ രാഖി ഒരിക്കലും അടങ്ങിയിരിക്കില്ല. കൂടെ കൂടെ വന്ന് ദിയയുടെ അവകാശം ഉന്നയിച്ച് അവളെ പിടിച്ചോണ്ട് പോകും. രാഖിക്ക് അതിനുള്ള അവകാശമുണ്ട്. രാഖിയുടെ സഹോദരന്റെ മകളാണല്ലോ ദിയ. പോരാത്തതിന് രാഖിക്ക് കുട്ടികളും ആയിട്ടില്ലല്ലോ. അതിന്റെ പേരില് ഈ കോലാഹലങ്ങളൊക്കെ. ഏതായാലും വൈകിട്ട് സ്റ്റേഷനിലെ കാര്യങ്ങളെക്കുറിച്ച് അറിയാൻ SP എന്നെ വിളിക്കും. അപ്പോ രാജീവിന്റെ ആക്സിഡന്റിനെ സംബന്ധിച്ച അന്വേഷണത്തിന്റെ കാര്യം കൂടി പറയണമെന്നുണ്ടെനിക്ക്. ഇവിടെ ദിയമോളും വിനുവും ഇല്ലായിരുന്നെങ്കിൽ നിങ്ങൾക്ക് രണ്ടുപേർക്കും വിസ എടുത്ത് എന്റെ കൂടെ ഇംഗ്ലണ്ടിലൊക്കെ ഒന്ന് കൊണ്ടുപോകുമായിരുന്നു. അന്ന് ക്ഷേത്രത്തിൽ വെച്ച് കണ്ടതിന് ശേഷം നിന്റെ അശോകേട്ടനെ നീ കണ്ടിട്ടില്ലേ? ഇല്ല. വാശയല്ലേ ഓർമ്മള ഇപ്പൊ എല്ലായിടത്തും ജയിച്ചുകൊണ്ടിരിക്കുന്നത്. അവിടെ കൂടെ പിറപ്പെന്നോ മക്കളെന്നോ ഒന്നുമില്ല. ആ സ്വത്തിന്റെ പകുതി അവകാശം ചന്ദ്രികയ്ക്ക് കൂടി അവകാശപ്പെട്ടതല്ലേ? കൊള്ളാവുന്ന മിടുക്കനായ ഒരു വക്കീലിനെ കൊണ്ടുവന്ന് ഒരു കേസ് ഫയൽ ചെയ്ത ചന്ദ്രികയ്ക്ക് അവകാശപ്പെട്ട സ്വത്തിന്റെ ഒരു വിഹിതം കിട്ടിയനായിരുന്നു. അതിന്റെ ഒന്നും ആവശ്യമില്ല. എനിക്ക് ഈ ലൈഫാ ഇഷ്ടം. ഞാൻ നിങ്ങളെ ഇപ്പൊ ഇങ്ങോട്ട് വിളിപ്പിച്ചത് ഒരു ചെറിയ സമ്മാനം തരാനാ. എന്ത് സമ്മാനം? സമ്മാനൊന്നും വേണ്ട. ഇപ്പൊ തന്നെ ജഗനും വന്ദനയ്ക്കും കൊടുത്ത സമ്മാനത്തിന് തന്നെ ഒരുപാട് രൂപയായി കാണും. എന്താ ചന്ദ്രിക ഇത്? നമ്മൾ തമ്മില് അങ്ങനെയൊക്കെ ഉണ്ടോ? ഒരു മിനിറ്റ്. സോമ, എന്താ താൻ വരില്ലെന്നോ? ഇതെന്താ? അയ്യോ, ഇതൊന്നും വേണ്ട ഊർമിളെ. ഇതിരിക്കട്ടെ. എന്റെ സന്തോഷത്തിനല്ലേ തരുന്നത്. ഇത് 5 ലക്ഷം രൂപയുണ്ട്. ഇതൊന്നും വേണ്ട ഊർമിളെ, പ്ലീസ്. വീട് പണിയൊക്കെ നടക്കുകയല്ലേ. ഇതെന്റെ ഒരു സന്തോഷത്തിന് തരുന്നതാ. ഊർമിളെ, ഇതിലൊരു തർക്കം വേണ്ട. നിങ്ങളുടെ വീട് പണി എത്രയും വേഗം പൂർത്തിയാക്കണം. നിങ്ങളെപ്പോലെ തന്നെ മധുചന്ദ്രലേഖയുടെ പണി എത്രയും വേഗം തീരണമെന്നുള്ള പ്രാർത്ഥനയിലാ ഈ ഞാനും.
പൈസ അങ്ങോട്ട് വേണ്ട പിടിക്കും. ഊർമിള, വേണ്ട. വാങ്ങിയാ മതിയാവും. ദാ പിടിക്കങ്ങോട്ട്. വന്ദനെ, ഈ കല്യാണം എന്നൊക്കെ പറയുന്നത് മുകളിലിരിക്കുന്നവൻ തീരുമാനിക്കുന്നതാ. അത് അതുപോലെ നടക്കും. വന്ദനയോടുള്ള ഇഷ്ടം കൂടി നീ അറിയാതെ തന്നെ നിന്റെ കഴുത്തിൽ ജഗൻ ബോധപൂർവം താലികെട്ടി ചതിച്ചതല്ല. സംഭവിച്ചതെല്ലാം പൂർവ്വ നിശ്ചയപ്രകാരം നടന്നതാ. വന്ദന, കേൾക്കുന്നുണ്ടോ ഞാൻ പറയുന്നത്? കേൾക്കുന്നുണ്ട്. വന്ദനയ്ക്ക് പങ്കാളിയായി വിധിച്ചത് ജഗനെയായിരുന്നു. പരസ്പരം പഴിചാരലും ഈ കുറ്റപ്പെടുത്തലുകളും ഒക്കെ കളഞ്ഞുകൂടെ? ജീവിതമാണ്. കാലം കടന്നുപോയിക്കൊണ്ടേയിരിക്കും. ജീവിതം എത്രത്തോളം ജീവിച്ചു തീർത്തു എന്ന് കാലം ഒരിക്കലും കണക്കെടുക്കില്ല. പുറമേ നിന്ന് നോക്കുന്ന ഒരാൾക്ക് ഒറ്റ നോട്ടത്തിൽ അറിയാം രണ്ടുപേരുടെയും മനസ്സുകൾ തമ്മിലുള്ള അകലം. ഈ ശീതസമരം എത്രയും പെട്ടെന്ന് അവസാനിപ്പിക്കണം. ആന്റി പോയിട്ട് വരാം. പ്രകാശ, വളർന്നു വന്നപ്പോ പൊക്കവും തടിയും മാത്രമല്ല, ഉള്ളിലെ സ്വാർത്ഥതയും കൂടി അങ്ങ് വളർന്നു. സ്വാർത്ഥതയൊട്ടും പാടില്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല. അല്പം കൂടിപ്പോയില്ലേ എന്നൊരു സംശയം മാത്രം. ഒരു പുരുഷായുസ് മുഴുവൻ മക്കളെയെന്നും പറഞ്ഞ് ജീവിച്ചയാളാ മാധവേട്ടൻ. രണ്ടടുപ്പിൽ തീ പുകഞ്ഞാലും പൊള്ളുന്നത് ആ മനസ്സിനായിരിക്കും. വേണ്ട മോനെ, അത് വേണ്ട. നിന്റെ ഉള്ളില് നീ പോലും അറിയാത്ത ഒരു നല്ല മനുഷ്യനുണ്ട്. അതെനിക്കറിയാം. മാനത്തെ കൊട്ട